ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1100 ദിവസമായ ഇന്ന് 2024 മെയ് മാസം 19 ഞായറാഴ്ച. 1199 ആണ്ട് ഇടവമാസം 5 ഗുരുവചനങ്ങളിലൂടെ ആധ്യാത്മിക മോക്ഷത്തിന് മതപരിവർത്തനം ആവശ്യമില്ല. ആധ്യാത്മിക മോക്ഷത്തിന് മതപരിവർത്തനം ആവശ്യമില്ല. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ 366 മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ മോക്ഷപ്രാപ്തിക്ക് മതപരിവർത്തനം വേണ്ടതില്ല എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ആധ്യാത്മിക മോക്ഷത്തിന് മതപരിവർത്തനം ആവശ്യമില്ല. 1925 മാർച്ച് 12 മഹാത്മാഗാന്ധി ശിവഗിരിയിൽ വച്ച് ഗുരുവുമായി നടത്തിയ സംവാദത്തിൽ നിന്ന് മോക്ഷപ്രാപ്തിയാണ് മനുഷ്യൻ്റെ അന്തിമമായ ലക്ഷ്യമായിരിക്കുന്നത്. ആ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുവാനായാൽ പിന്നെ സാക്ഷാത്കരിക്കുവാനായി യാതൊന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. മോക്ഷമെന്നത് മനുഷ്യന് മരണശേഷം പ്രാപ്തമാകുന്ന ഒരു സ്വർഗസ്ഥാനമാണെന്ന് വിശ്വസിക്കുന്നവർ അനേകമുണ്ട്. എന്നാൽ മരണശേഷം ഒരുവന് ഏതെങ്കിലും ഒരു അവസ്ഥയെ പ്രാപിക്കുവാനാകുമോ? ഒരു കുടത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. അതിലേക്ക് ഇനി എത്ര വെള്ളമൊഴിച്ചാലും അതെല്ലാം ആ കുടത്തിന് പുറത്തേക്ക് ഒഴുകിപ്പോകും. ഇപ്രകാരം അനുഭവിക്കാനാവാത്ത ഒരവസ്ഥയെ പ്രാപ്തമാക്കുവാനാണോ മതങ്ങൾ നിലകൊള്ളുന്നത്? ഒരിക്കലുമല്ല. എല്ലാ മതങ്ങളും മോക്ഷത്തിലേക്കുള്ള മാർഗങ്ങളാണ്. മോക്ഷമെന്നത് ഈ ജീവിതത്തിൽ തന്നെ പ്രാപിക്കേണ്ടതായ അത്യുന്നതമായ ഒരു ആധ്യാത്മിക നിലയാണ്. ആ സർവതന്ത്ര സ്വതന്ത്രമായ നിലയെ പ്രാപിച്ചവന് സ്ഥിതിഭേദങ്ങളോ അവസ്ഥാഭേദങ്ങളോ യാതൊന്നും ഉണ്ടായിരിക്കുന്നില്ല. സർവഭേദങ്ങളും മറ്റു നിൽക്കുന്ന ഈ മോക്ഷാവസ്ഥയിലേക്ക് മനുഷ്യനെ ആനയിക്കുന്ന വിഭിന്ന മാർഗങ്ങൾ എന്ന നിലയിലാണ് മതങ്ങളെ കാണേണ്ടത്. അതിനാൽ ആധ്യാത്മിക മോക്ഷലാഭത്തിന് മതമാറ്റം ആവശ്യമില്ല. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.